CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ യുവജന മാർച്ചിൽ സംഘർഷം. നഗരസഭ ഓഫീസ് പരിസരത്ത് സമരക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സമരത്തിനൊടുവിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ചെർപ്പുളശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് സമരം. നഗരസഭയ്ക്ക് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിക്കാനുള്ള ശ്രമം തടഞ്ഞ് ഇടത് കൗൺസിലർമാർ. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്ക്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷിയാസ് ബാബുവിനാണ് പരിക്കേറ്റത്. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിന്റെ പണി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയ നടപടിയെ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ സ്വാഗതം ചെയ്തു. അതേസമയം 1 വർഷം കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്ന് 2022 മന്ത്രി നൽകിയ ഉറപ്പ് ഡിവൈഎഫ്ഐ മറന്നോ എന്നും ഷംസുദ്ദീൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ യുവജന മാർച്ചിൽ സംഘർഷം. നഗരസഭ ഓഫീസ് പരിസരത്ത് സമരക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സമരത്തിനൊടുവിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവുമാണ് CPM നേതൃത്വമേകുന്ന ഭരണസമിതിയുടേതെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരുടെ കഞ്ഞിക്കലത്തിൽ പോലും കൈയിട്ട് വാരുന്ന കൊള്ളത്തലവനായി ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ മാറിയെന്ന് KS ജയഘോഷ് പറഞ്ഞു. ഈ നാട്ടിലെ സാധാരണ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്ന സാധാരണ ദളിത് കുടുംബത്തിന്റെ ആ പിച്ചയെടുത്ത് ജീവിക്കുന്ന ആ കുടുംബത്തിന്റെ ആ കഞ്ഞിക്കലത്തിൽ പോലും കൈയിട്ട് വാരുന്ന കൊള്ളക്കാരനായി ഈ നഗരസഭയുടെ ചെയർമാൻ മാറി എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആ കുടുംബം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒന്നില്ലെങ്കിൽ ആ പൈസ തിരിച്ചു നൽകണം, അല്ലെങ്കിൽ അവർക്ക് താമസയോഗ്യമായ സ്ഥലം ഈ നഗരസഭയുടെ ചെയർമാൻ കണ്ടെത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളോട് നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ചെയർമാൻ ഈ നാട്ടിലെ കൊള്ളക്കാരനാണ് എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ്. ഈ നാട്ടിലെ സാഹചര്യം എന്താണ്? UDF മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവ് KM ഇസ്ഹാഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജയിച്ചവരെ തോൽക്കുന്നവർ അംഗീകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ മര്യാദയാണ്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് 5 വർഷക്കാലം ഞങ്ങൾ 12 മെമ്പർമാർ നഗരസഭയ്ക്കകത്തും ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും നഗരസഭയ്ക്ക് പുറത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 8 കോടി രൂപ പദ്ധതിയാകുമ്പോൾ ശ്രീമതി ശീലജ വാഴക്കുന്നത്ത് ചെയർപേഴ്സണായപ്പോൾ KK അസീസ് വൈസ് ചെയർമാനായപ്പോൾ 5 ലക്ഷം രൂപയാണ് പ്രാദേശിക വികസനത്തിന് വേണ്ടി ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അനുവദിച്ചത്. എങ്കിൽ ഈ കാട്ടാളന്മാരുടെ കാട്ടുകള്ളന്മാരുടെ ധിക്കാരവും ദാഷ്ട്യവും നിറഞ്ഞ ഈ ഭരണസമിതി ഞങ്ങൾക്ക് ഈ 2025-26 തന്നത് 5 ലക്ഷം മാത്രമാണ്. പ്രസിഡന്റ് വിനോദ് കളത്തൊടി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീസ് മുടിക്കുന്നൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. അക്ബർ അലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. സുപീഷ് എന്നിവർ പങ്കെടുത്തു.
സമരത്തിനൊടുവിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. സമാധാനപരമായ സമരമാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സംയമനം പാലിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഭരണകൂടത്തിന്റെ കർമ്മപഥങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ നടത്തുന്നതിനോടൊപ്പം നമ്മൾ പോലീസുകാർക്കെതിരല്ല, പോലീസുകാർ നിയമപാലകരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറിയും പോലീസുമായി തർക്കിച്ചും പ്രവർത്തകർ സമരം സംഘർഷഭരിതമാക്കി. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് സമരം നഗരസഭയ്ക്ക് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിക്കാനുള്ള ശ്രമം തടഞ്ഞ് ഇടത് കൗൺസിലർമാർ. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്ക്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷിയാസ് ബാബുവിനാണ് പരിക്കേറ്റത്. സമരത്തിനൊടുവിൽ യൂത്ത് കോൺഗ്രസ് തയ്യാറാക്കിയ കുറ്റപത്രം എന്ന പേരിലുള്ള പ്രതിഷേധ ഫ്ലക്സ് നഗരസഭാ കാര്യാലയത്തിന് സമീപത്ത് സ്ഥാപിക്കാൻ തയ്യാറെടുത്തതോടെയാണ് എടുത്തുമാറ്റണമെന്ന ആവശ്യവുമായി നഗരസഭയിലെ ഇടത് കൗൺസിലർമാർ രംഗത്തെത്തിയത്.
തുടർന്ന് പോലീസ് ഇടപെട്ടതോടെ ഫ്ലക്സ് എടുത്തുമാറ്റി മറ്റൊരിടത്ത് സ്ഥാപിച്ചു. മാറി കടന്നിട്ടാണ് അവർ ഇവിടെ വന്നിട്ട് വിജയ ആഘോഷിക്കാൻ വേണ്ടി കയറിക്കുന്നത്. അല്ല അവരെ ചാലഞ്ച് ചെയ്ത് വന്നു വെച്ചേ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബാരിക്കേഡ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്ലക്കാർഡ് EMS കാര്യാലയത്തിന് സമീപത്തുള്ള ഗ്രില്ലിൽ സ്ഥാപിച്ചതോടെ CPIM പ്രവർത്തകർ ഇത് എടുത്തെറിയുകയായിരുന്നു. ഇതോടെ സംഘർഷമായി. ഈ പ്രതിഷേധ ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും എടുത്തെറിയുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റത്. തുടർന്ന് വലിയ സംഘർഷ സാധ്യതയുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ബ്ലഡ് പോവല്ലേ പോലീസുകാരെ നിങ്ങളോട് അതിന്റെ അവിടുന്ന് പറഞ്ഞു ഓരങ്ങൾ നടക്കുന്നത് ആളുകൾ പറ്റാതെ ഞങ്ങളെ തടുത്തിട്ട് നിങ്ങൾ ഓനെ കൊണ്ട് അറിയിച്ചു. ഇത് ആളുകൾ എല്ലായിടത്തും ചെയ്യുന്നത്. കൊടുത്തു തലപൊട്ടി ചോര പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷിയാസ് ബാബുവിനെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. CCN ചെർപ്പുളശ്ശേരി. പോലീസ് ഏകപക്ഷീയമായാണ് ചെർപ്പുളശ്ശേരിയിൽ പ്രവർത്തിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. പിണറായി വിജയന്റെ ഗുണ്ടാപ്പടയായി പോലീസ് മുന്നോട്ട് പോകുകയാണെന്നും ജയഘോഷ് പറഞ്ഞു. ഈ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ വളരെ സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. ആ സമരത്തിൻ്റെ ഏകദേശം സമാപനത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച കുറ്റപത്രം ആ നഗരസഭയുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ അനുവാദത്തോടുകൂടി 2 യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ കടന്നുപോയപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീജിൻ്റെ നേതൃത്വത്തിലുള്ള DYFI സംഘം യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ മർദ്ദിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസും ഈ ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്കെതിരെ നടത്താൻ തീരുമാനിച്ച, ഈ ദുർഭരണത്തിനെതിരെ നടത്താൻ തീരുമാനിച്ച സമര പോരാട്ടങ്ങളിൽ നിന്ന് ഒരല്പം പോലും പുറകോട്ട് പോവാൻ യൂത്ത് കോൺഗ്രസും തയ്യാറല്ല. ഈ നാട്ടിലെ കൊള്ളയടിക്കുന്ന, ഈ നാടിൻ്റെ കൊള്ള സംഘമായി മാറിയ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ഭരണവർഗത്തിനെതിരെ വരുന്ന നാളുകളിലും
ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുക്കും. പോലീസ് വളരെ ഏകപക്ഷീയമായ രീതിയിലാണ് ഇന്നിവിടെ പെരുമാറിയത്. ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ച് മുൻകൂട്ടി പെർമിഷൻ എടുത്ത് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിന് നേരെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ കടന്നു വന്ന ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ തടയാനോ തടുക്കാനോ അല്ല ചെർപ്പുളശ്ശേരിയിലെ പോലീസ് നേതൃത്വം കൊടുത്തത്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ ആക്രമിക്കാനും യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ കുതിര കയറാനുമാണ് ഇവിടുത്തെ പോലീസ് മുന്നോട്ട് വന്നത്. ഇത് വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ്റെ പോലീസ് പാർട്ടിയുടെ ഗുണ്ടകളെ പോലെയാണ് പിണറായി വിജയൻ്റെ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയും ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. തീർച്ചയായും വരുന്ന നാളുകളിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെയും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകും. CCN ചെർപ്പുളശ്ശേരി. സമരത്തിന്റെ പേര് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭിന്നശേഷി കുട്ടികളെ ആക്രമിക്കാൻ ശ്രമമെന്ന് ആരോപിച്ച് ചെർപ്പുളശ്ശേരിയിൽ CPIM പ്രതിഷേധം. നഗരം ചുറ്റിയുള്ള പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭിന്നശേഷി കലോത്സവം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഇതിലുണ്ടായ സ്വാഭാവിക പ്രതികരണമാണ് ഉണ്ടായതെന്നും LDF കൗൺസിലർ വിനോദ് പറഞ്ഞു. ഈ ചെർപ്പുളശ്ശേരിയിലെ നമ്മളെപ്പോലെ കാണാനോ കേൾക്കാനോ ചലിക്കാനോ ചിന്തിക്കാനോ ശേഷിയില്ലാത്ത കുട്ടികളുടെ ഭിന്നശേഷി കലോത്സവം നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരം അവിടെ നടന്നോട്ടെ, പക്ഷേ ആ ഭിന്നശേഷി കലോത്സവത്തെ തടസ്സപ്പെടുത്താനും അതിനെ ആക്രമിക്കാനും ആര് വന്നാലും ചെർപ്പുളശ്ശേരിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. UDF കാലങ്ങളായി സ്വീകരിക്കുന്ന സമീപനം 50 ലക്ഷം ഉറുപ്പ്യാണ് ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് തടഞ്ഞു വെച്ചത്. ഇവര് അവർക്കൊരു കലോത്സവം നടത്തുമ്പോ അവിടേക്ക് പാഞ്ഞു കയറി വരേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിനുണ്ടോ? അത് തടസ്സപ്പെടുത്തേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിനുണ്ടോ? ഇത്തരത്തിൽ പ്രതികരിച്ചാൽ, ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ നല്ല പ്രതികരണം ഉണ്ടാകും. ഒരു തർക്കമില്ല, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ചെർപ്പുളശ്ശേരി നഗരസഭ നിങ്ങൾ ഭരിച്ച കാലത്ത്, UDF ഭരിച്ച കാലത്ത് നഗരസഭയല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികാരം കിട്ടില്ലെന്നുറപ്പായപ്പോ അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഭ്രാന്ത് കൊണ്ട് UDF ഈ പാവങ്ങൾക്ക് നേരെ കയറേണ്ട കാര്യമുണ്ടോ? ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിലൊരു തർക്കമില്ല. പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി ഈ നഗരസഭ മാറിയിട്ടുണ്ട്. ഏറ്റവും അധികം സംരക്ഷിക്കേണ്ടത് ആ തരം മനുഷ്യരെയാണ് എന്ന നല്ല തിരിച്ചറിവിലാണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോയത്. അപ്പൊ ഇവരുടെ പരിപാടി കണ്ടാൽ ഹാളിളക്കം. യൂത്ത് കോൺഗ്രസ് എന്തിനാണിത്? നല്ല പ്രതികരണം ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സമരക്കാർ ഭിന്നശേഷി കലോത്സവം അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് ഭിന്നശേഷി കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞു. അവരുടെ ഓരോ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ 10 മണി മുതൽ തുടങ്ങിയതാണ്. അതിനിടയിലാണ് ഇവിടെ ഒരു സമര കോലാഹലങ്ങൾ നടക്കുകയും അപ്പം തന്നെ നമ്മൾ ആ കുട്ടികളൊക്കെ ഉള്ളിൽ ഒതുക്കി നമ്മളെ വാതിലൊക്കെ ഡോറൊക്കെ അടച്ച് നമ്മൾ വളരെ നിശബ്ദരായിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിരുന്നത്. പക്ഷേ ഈ പുറത്ത് സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സമരക്കാർ അവിടെ മുനിസിപ്പാലിറ്റിൻ്റെ മുമ്പിൽ ബാനറും മറ്റുള്ള ഇതൊക്കെ കെട്ടിയത് അത് കൗൺസിലർമാർ ചോദ്യം ചെയ്യുകയും അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഇവർ വന്നിട്ട് നമ്മളെ ഈ ഹാളിൻ്റെ മുൻവശത്തുള്ള അതിനുള്ള ആ ഒരു ഗ്രില്ലിൻ്റെ മുകളിലാണ് വീണ്ടും ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ അവർ കൊടികളും പ്ലേ കാർഡുകളൊക്കെ വെക്കുന്നത് കാണാൻ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് ഇവിടെയുള്ള അവിടെ ആളുകളൊക്കെ അത് പ്രതികരിക്കുകയും അതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു കലാപരിപാടികളും ഇത്തരത്തിലുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട അതല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ട് മക്കളുടെ ഒരു കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം പോലും അവർ വകവെക്കാതെ അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രകോപനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിന്റെ പണി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയ നടപടിയെ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ സ്വാഗതം ചെയ്തു. അതേസമയം 1 വർഷം കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്ന് 2022 മന്ത്രി നൽകിയ ഉറപ്പ് ഡിവൈഎഫ്ഐ മറന്നോ എന്നും ഷംസുദ്ദീൻ ചോദിച്ചു. ഞാനതിന് ആ രീതിയിൽ കൊണ്ടുപോയില്ല. സന്ദർശിച്ചു, അന്ന് പറഞ്ഞ ഉറപ്പുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു. അന്ന് ഈ റോഡ് 1 കൊല്ലത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായി ത്രൂ ഔട്ട് മന്ത്രി അട്ടപ്പാടിയിൽ വെച്ച് മീറ്റിംഗ് ആയിരുന്നു. ചുരം റോഡ് സന്ദർശിച്ചു, ഞാനും പോയിരുന്നു. പിന്നെ 23 അല്ല 22 നവംബർ മാസത്തിലാണ്
അന്ന് മന്ത്രി നവംബറോ ഒക്ടോബർ ലാസ്റ്റോ ഒരു ഡേറ്റ്. മന്ത്രി വരുന്നതിന് മുന്നോടിയായി നടന്ന ഒരു പാച്ച് വർക്ക് വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ചുരത്തിലെ 9ാം വളവിലൊരു കർവുണ്ട്, അതിൽ വലിയ കുഴികളുണ്ട്. അന്ന് ആ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് മന്ത്രിയുടെ സന്ദർശനം. ഞാനിപ്പോ അതിനെ ആ രീതിയിൽ ഞാൻ ആരോപിക്കുന്നില്ല. എല്ലാവരും പ്രഷർ ചെയ്യട്ടെ. മന്ത്രിക്ക് നിവേദനം കൊടുത്തതും മന്ത്രിയുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് പാർട്ടിക്കാർ കൂടി ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ്, സ്വാഗതാർഹം. റോഡ് പണി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് താൻ സ്ഥിരമായി ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അട്ടപ്പാടി റോഡിന്റെ പണി ഡിസംബർ 31-നകം പൂർത്തിയാക്കണമെന്ന് കിഫ്ബി കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാറുകാരനും കിഫ്ബിയും തമ്മിലുള്ള തീരുമാനമാണിതെന്നും MLA ഷംസുദ്ദീൻ വ്യക്തമാക്കി. 12 ഈ ഡിസംബർ 31-നകം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. 2 റോഡ് മാത്രമാണ് ജനുവരി 31-നകം ആ 2 റോഡുകളും പൂർത്തിയാക്കും. ചില റോഡുകളുടെ പ്രവൃത്തി തന്നെ ഇപ്പോൾ ആരംഭിച്ചു, ചിലത് അഗ്രിമെന്റിലാണ്, ചിലത് പണി പൂർത്തിയായി. ഇതെല്ലാം ഒന്ന് വിലയിരുത്തി ഈ പദ്ധതി പെട്ടെന്ന് എല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം വിളിച്ചത്. അതിലിപ്പോൾ അലനല്ലൂർ പഞ്ചായത്തിലെ കുളപ്പറമ്പ് കുറ്റമ്പാറ കാളമ്പാറ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ഇന്നലെ മിനിയാന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ മാളിക്കുന്ന് നാലിശ്ശേരിക്കാവ് റോഡിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മൾ ഉദ്ഘാടനം ഫംഗ്ഷനൊന്നും വെച്ചില്ലെങ്കിലും ആരംഭിച്ചു. അത് നമുക്ക് ഡിസംബർ 31-നകം പൂർത്തിയാവും. പിന്നെ അണ്ടിക്കുണ്ട് ചളവ താണിക്കുന്ന് റോഡാണ് മറ്റൊരു റോഡുള്ളത്. അതിന് 40 ലക്ഷമാണ്. ആദ്യം പറഞ്ഞതിന് 51 ലക്ഷമാണ്. ഈ പറഞ്ഞ ചളവ റോഡ് ഡിസംബർ 31-നകം പൂർത്തിയാക്കും. വൈകാതെ അതിന്റെ പണി ആരംഭിക്കും. കോട്ടോപ്പാടം പഞ്ചായത്തിലുള്ളത് തെയ്യോട്ടുചിറ റോഡാണ്. അതും പിന്നെ അധികം ഇതിലൊക്കെ ടാറിംഗ് ആണ്. ഈ കേടുവന്ന ഗ്രാമീണ റോഡ് നന്നാക്കുക എന്നുള്ളതാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ ടാറിംഗ് വർക്ക് ആയതുകൊണ്ട് മഴ പൂർണ്ണമായും നിലച്ചാലേ ഈ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തെയ്യോട്ടുചിറ റോഡ് 35 ലക്ഷം രൂപയാണ്. അത് എല്ലാം അഗ്രിമെന്റ് ഒക്കെ വെച്ചതാണ്. ഡിസംബർ 31-നകം അതിന്റെ പണി പൂർത്തിയാവും. വൈകാതെ അതിന്റെ പണി തുടങ്ങും. അതേപോലെ കോട്ടപ്പാടത്ത് വേറെന്നുള്ളത് വെള്ള ടാങ്ക് കാഞ്ഞിരംകുന്ന് പള്ളിക്കുന്ന് റോഡാണ്. അതും പിന്നെ അതിൽ കുറച്ച് വർക്കുകൾ റോഡ് ഫോർമേഷനൊക്കെ ഉള്ളതുകൊണ്ട് മണ്ണാർക്കാട് മേലാറ്റൂർ റോഡിൽ കോട്ടോപ്പാടം മുതൽ അലനല്ലൂർ വരെ ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കും. അലനല്ലൂർ റോഡിൽ പണി നടക്കാത്ത ഭാഗത്തെ കുഴികൾ അടയ്ക്കാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ആ ഭാഗങ്ങളിലെല്ലാം കുഴികൾ അടയ്ക്കുമെന്ന് MLA ഉറപ്പു നൽകി. CCN മണ്ണാർക്കാട്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിലെ കല്ലുപാലം പാടശേഖരത്തിന് സമീപമുള്ള റോഡിൽ പാതയോരത്തെ പുൽക്കാടുകൾ വെട്ടി നീക്കാത്തത് ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്കും വലിയ ഭീഷണിയാകുന്നു. റോഡിന്റെ ഇരുവശത്തും പുൽക്കാടുകൾ തഴച്ചു വളർന്ന് റോഡിലേക്ക് ചാഞ്ഞ അവസ്ഥയിലാണ്. പ്രധാനമായും റോഡിന്റെ വളവുകളിലാണ് പുൽക്കാടുകൾ വളർന്നു നിൽക്കുന്നത്. ഇത് കാരണം ഡ്രൈവർമാർക്ക് ദൂരക്കാഴ്ച ലഭിക്കാത്ത അവസ്ഥയാണ്. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇത് വലിയ വെല്ലുവിളിയാകുന്നത്. എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ തൊട്ടുമുന്നിലെത്തുമ്പോൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് സ്ഥിരം ഇരുചക്രവാഹന യാത്രക്കാരനായ പെരുമ്പാല രാമചന്ദ്രൻ പറഞ്ഞു. നമ്മൾ ഈ ചെത്തല്ലൂർ തെക്കുമുറി റോഡ് ഭയങ്കര ശോചനീയാവസ്ഥയിലാണ്. ഇവിടെ 2-3 സ്കൂൾ വണ്ടികൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ നടന്നു പോകുമ്പോൾ ഒന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഞങ്ങളൊരു സ്കൂട്ടി കൊണ്ട് വരുമ്പോൾ ഒന്ന് മാറി നിൽക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് തൊഴിലുറപ്പ് പണിക്കാരെ നിർത്തിയിട്ട് ഇതൊന്ന് നന്നാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഇവിടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, ഞങ്ങൾ വഴിയാത്രക്കാർ വയസ്സായവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ഈ 2 പുറം ഈ കാട്ടിൽ എങ്ങനെ പോകാന്നുള്ള അവസ്ഥയിലാണ്. ഒരു വണ്ടി അവിടുന്ന് വരുന്നില്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു രൂപത്തിലാണ് ഈ കാട് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് പഞ്ചായത്ത് മുന്നിൽ നിന്ന് ഇതൊന്ന് പ്രായോഗികമാക്കി തരണമെന്ന് അത്രയും പറയണു. വാഹനങ്ങൾ വരുമ്പോൾ റോഡരികിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മിക്കയിടത്തും. കൃത്യമായ ഇടവേളകളിൽ പാതയോരത്തെ ശുചീകരണത്തിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചെത്തല്ലൂർ. കഴിഞ്ഞ 5 വർഷത്തോളമായി പാലക്കാട്, മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി
22 ബ്രാഞ്ചുകളോടെ പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ പുതിയ ശാഖ ആരംഭിക്കുന്നു. മേലാറ്റൂർ പാണ്ടിക്കാട് റോഡിലുള്ള TKB കോംപ്ലക്സിൽ ഒരുങ്ങുന്ന പുതിയ ബ്രാഞ്ച് ഒക്ടോബർ 16 രാവിലെ 11 മണിക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. KTDC ചെയർമാൻ PK ശശി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും എടപ്പറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കബീർ ലോക്കർ റൂം ഉദ്ഘാടനവും നിർവഹിക്കും. ഇവരെ കൂടാതെ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ വിവിധ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള വിവിധ ജില്ലകളിലും പ്രത്യേകിച്ച് പാലക്കാടും ലഭിച്ച സ്വീകാര്യത മേലാറ്റൂർ ബ്രാഞ്ചിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനനുസരിച്ചുള്ള മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. നമുക്കറിയാം ഗ്രാമീൺ സൊസൈറ്റി എല്ലാ പുതിയ സംരംഭം തുടങ്ങുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പുതിയ ശാഖ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി മേലാറ്റൂർ വളരെ ഞങ്ങൾ 2-3 ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അതുപോലെ നമുക്കറിയാം ഇന്ന് സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് അനേകം അസുഖങ്ങൾ പോലെ വളരെ പ്രധാനപ്പെട്ട വളരെയധികം നമ്മളെയൊക്കെ തകർക്കുന്ന ഒന്നാണ് ക്യാൻസർ. അപ്പൊ ക്യാൻസറുമായി പൊരുതി അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർധനനായ UGS ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, PRO ശ്യാംകുമാർ, ഓപ്പറേഷൻസ് മാനേജർ രാജീവ്, ഫിനാൻസ് മാനേജർ ഹാരിഷ്, HR മാനേജർ അനു മാത്യു, റിക്കവറി ഓഫീസർ ശിവദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. CCN മലപ്പുറം. നഗരസഭയുടെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് നിലമ്പൂർ നഗരസഭയുടെ വികസന സദസ് ശ്രദ്ധേയമായി. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സദസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്കായി പ്രിവിലേജ് കാർഡ് നൽകുകയും പുതിയ 3 ആശുപത്രികൾ നിർമ്മിക്കാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്ന് മാട്ടുമൽ സലീം പറഞ്ഞു. ഈ 33 വാർഡുകളിൽ ഒരു പ്രത്യേക ബോക്സുകൾ സ്ഥാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആ ആളുകളോട് പറഞ്ഞത് ഈ വാർഡുകളിൽ ഈ വരുന്ന 5 വർഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം വേണം, ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറവ്, എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ 2-3 ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ 33 വാർഡുകളിൽ ഞങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചിരുന്നത്. ആ ബോക്സുകളിലൊക്കെ പല വാർഡുകളിൽ നിന്നും കൂടുതൽ കത്തുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ, ആ വാർഡുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, പൊതുസമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു പ്രകടന പത്രിക, അത് വെച്ചിട്ട് പ്രകടന പത്രിക ഇറക്കിയിട്ടാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സാരഥികളും നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചത്. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തന്ന് ഞങ്ങൾ പ്രകടന പത്രികയാക്കി തന്ന അതിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു 99% ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യമായി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി 5 വർഷം കഴിയാവുന്ന സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആരും വിളിച്ചു വരുത്തി എന്തൊക്കെയാണ് ഈ 5 വർഷം ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ 500ഓളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ PHI KP സലീം നഗരവികസന രേഖ അവതരിപ്പിച്ചു. പറപ്പൂർ നഗരസഭ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി, കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ഫൈസി എന്നിവർ മുഖ്യാതിഥികളായി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ യുവജന മാർച്ചിൽ സംഘർഷം. നഗരസഭ ഓഫീസ് പരിസരത്ത് സമരക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സമരത്തിനൊടുവിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ചെർപ്പുളശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് സമരം. നഗരസഭയ്ക്ക് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിക്കാനുള്ള ശ്രമം തടഞ്ഞ് ഇടത് കൗൺസിലർമാർ. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്ക്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷിയാസ് ബാബുവിനാണ് പരിക്കേറ്റത്. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിന്റെ പണി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയ നടപടിയെ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ സ്വാഗതം ചെയ്തു. അതേസമയം 1 വർഷം കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്ന് 2022 മന്ത്രി നൽകിയ ഉറപ്പ് ഡിവൈഎഫ്ഐ മറന്നോ എന്നും ഷംസുദ്ദീൻ ചോദിച്ചു.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.